ഒരു മുസ്ലിം രാജ്യം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത് യുവതികളായ പെണ്ണുങ്ങൾ മുടി അഴിച്ചിട്ട് നിന്നുകൊണ്ടാണ് സ്വീകരിച്ച്. മുടി ആട്ടി ഡാൻസ് ചെയ്തു, എന്നിട്ട് സ്വീകരിച്ചു. ഇത് ലോകത്തെ കോടിക്കണക്കായ മുസ്ലിമീങ്ങളും അല്ലാത്തവരും കണ്ടു. ഒരു പണ്ഡിതൻ അതിനെതിരെ പ്രതികരിച്ചില്ല. ഈ മുടി അഴിച്ചിട്ട് ഇങ്ങനെ നൃത്തം ചവിട്ടുന്നത് ലോകത്തെ കോടാനക്കോടി മനുഷ്യർ കണ്ടു. ഒരു മുസ്ലിം രാജ്യത്തേക്ക് ഒരു അമുസ്ലിം ഭരണാധികാരിയെ സ്വീകരിക്കുമ്പോൾ ആ മുസ്ലിം ഭരണാധികാരിയെ സ്വീകരിക്കാനുള്ള ഔപചാരികതയായി ഉപചാരപൂർവമായിട്ട് അവർ ചെയ്ത സംഗതി എന്താണ്? അവരുടെ ബാക്ക് സീറ്റുകൾ, അവരുടെ നിതംബങ്ങൾ ഈ പ്രസിഡന്റിന്, അമേരിക്കൻ പ്രസിഡന്റിന് നേരെ അവരുടെ ബാക്ക് സീറ്റുകൾ തിരിച്ചിട്ട് അവർ മുടി അഴിച്ചിട്ട് നൃത്തം ചവിട്ടിയാണ് ട്രംപിനെ സ്വീകരിച്ചത്. ഇത് കോടിക്കണക്കായ മനുഷ്യർ കണ്ടു. ഒരു മുസ്ലിം പണ്ഡിതൻ ലോകത്തെവിടെയെങ്കിലും പ്രതികരിച്ച റിപ്പോർട്ട് ഇല്ല. ഇതാണ് ലോകം. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഇതാണ് ലോകം. ശരി തെറ്റി എന്നതിന് ഇന്നൊരു വിലയില്ല. പണത്തിന് വില. പണമുള്ളവന് തെറ്റ് ചെയ്താലും ശരിയാണ്, പണമില്ലാത്തവൻ ശരി ചെയ്താലും തെറ്റാണ്. ഒന്നുകൂടി പറയാം, താലേക്ക് ഇത് കയറിയോ? അമേരിക്കൻ പ്രസിഡന്റിനെ ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഒരു മുസ്ലിം രാജ്യം സ്വീകരിച്ചത് യുവതികളായ പെണ്ണുങ്ങൾ ബാക്ക് സീറ്റ് അയാൾക്ക് കാണിച്ചു കൊടുത്ത് ആ ബാക്ക് സീറ്റ് അടക്കം തുള്ളിയിട്ട് തല മുടി അയച്ചിട്ട് പെണ്ണുങ്ങൾ അങ്ങനെ സ്വീകരിച്ച്. അതിനെതിരെ ഒരു പണ്ഡിതന്റെ സംസാരം ഉണ്ടായില്ല. എന്തുകൊണ്ട്? എല്ലാ നാടുകളിലെയും പള്ളിയും മദ്രസവും നടത്താനുള്ള പിരിവ് അവിടെ നിന്നാണ് കിട്ടുന്നത്. പിന്നെ എങ്ങനെ എതിർക്കുക? എൻ്റെ പേരിൽ എന്തോ ഒരു അമ്മായി മസൽക്കാരുണ്ടായപ്പോൾ എൻ്റെ താത്താക്കൊന്ന് മുടി അയച്ചിടണമെന്ന് തോന്നിയിട്ട് മുടി അയച്ചിട്ടാൽ വീഡിയോ പോലും പിടിച്ചില്ല. അങ്ങനെ കേട്ടാൽ പിറ്റേത്തെ ആഴ്ച മോലിയാരെ വയറിനെ പറ്റിയാവും. ഈ നാട്ടിൽ ഇങ്ങനെ എന്ന് കേൾക്കുന്നുണ്ട്. അവരെ പുറത്താക്കിയിരിക്കുന്നു. എന്തുകൊണ്ട്? അന്നെ പുറത്താക്കിയ മൂല്യർക്ക് നഷ്ടമല്ല, കമ്മിറ്റിക്കും നഷ്ടമല്ല. കൊണ്ടോട്ടി നേർച്ച നടന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അതിനെതിരെയാണ് കഴിഞ്ഞ ആഴ്ച ആ ഏരിയയിലെ മുഴുവൻ മൂല്യമാരും വയറുള്ളത്. ഞാൻ ചോദിക്കണം, അതൊക്കെ ചെറിയ കാര്യമല്ലേ? ഇതോ കൊണ്ടോട്ടി നേർച്ചയിൽ ചന്തി കുലുക്കി പെണ്ണുങ്ങൾ മുടി അയച്ചിട്ട് നൃത്തം ചവിട്ടിയിട്ടില്ലല്ലോ. അന്ന് കള്ള് കുടിച്ചിരുന്നു. കള്ള് എല്ലാ ദിവസവും കുടിക്കുന്നു. അന്നും കുടിച്ചിട്ടുണ്ടോ? അന്ന് പുറത്ത് കുടിച്ചു, പിന്നെ തലേന്നൊരു അകത്ത് കുടിച്ചു. വ്യത്യാസം. അല്ലാതെ കള്ള് കുടിക്കാത്ത ഒരാൾ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് വേണ്ടി കള്ള് കുടിക്കുന്നു എനിക്കൊന്നുമില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇതിനവർക്ക് നഷ്ടമല്ല. മാത്രമല്ല, നമ്മൾ തിന്മയെ എതിർക്കുന്നവരാണെന്ന് പറഞ്ഞ് നമ്മളെ മൂല്യർക്കും കമ്മിറ്റിക്കും പിടിച്ചുക്കും ചെയ്യാം. അവർക്ക് നഷ്ടമല്ല. കൊണ്ടോട്ടി നേർച്ചയെ വിമർശിക്കുന്നതോടുകൂടെ നമ്മൾ വിമർശകന്മാരും മഹാന്മാരുമാണെന്ന് മൂല്യന്മാർക്കുമായി കമ്മിറ്റിക്കാർക്കുമായി. ഇത് 2013 നടന്നിട്ട് ഇപ്പോൾ നടക്കുന്നത് 2025. അതിൻ്റെ ഇടയിൽ 12 കൊല്ലം കിട്ടി. അതിൻ്റെ ഇടയിൽ കൊണ്ടോട്ടി നേർച്ച നടക്കാത്തിലുള്ള വേദനയിലായിരുന്നു മൂല്യന്മാർ. ഇപ്പം കൊല്ലം കൊണ്ടോട്ടി നേർച്ചയും കിട്ടി, വിമർശനം കിട്ടി. അതേ സമയത്താണ് അപ്പുറത്ത് എന്ത് നടക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റിനെ മുടി അഴിച്ചിട്ട് ചന്തി കുലുക്കി ഡാൻസ് ചെയ്ത് പെണ്ണുങ്ങൾ സ്വീകരിക്കുന്നത്. അതിന് മുണ്ടാട്ടില്ല. ഒരു മൂല്യർക്കും മുല്ലക്കും തങ്ങൾക്കും ഔലിയക്കും മുണ്ടാടുന്നതിനല്ല. എന്ത് ഇതിനാണടാ കസുറൻ നിഫാഖ് എന്ന് മുത്തനബി പറയാം. ഇത് നിഫാഖാണ്. എനിക്കറിയാം. എനിക്ക് ഈ ഭയന്നതിന് ശേഷം ആ നാട്ടിൽ പോകാൻ പറ്റൂല, പോണില്ല. ഈ ലോകത്തെ ഏറ്റവും നല്ല നാട് ഇന്ത്യയാണ്. ഈ ലോകത്ത് ഇന്ത്യയേക്കാൾ ഒരു നാടുണ്ട്. എനിക്ക് നിങ്ങൾ ആര് പറഞ്ഞാലും ഇന്ത്യയേക്കാൾ നല്ല നാട് ലോകത്ത് ഇന്നില്ല. ഇന്ത്യൻ പ്രസിഡന്റിനെയും മാന്യമായി ജനാധിപത്യ രൂപത്തിൽ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും എതിര് പ്രസംഗിക്കാനും ഒരു രാജ്യത്ത് പറ്റുമെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ്. പാകിസ്ഥാനിൽ പറ്റൂല. പാകിസ്ഥാൻ്റെ ആളാകേണ്ട ആവശ്യം എനിക്കെന്താ? പാകിസ്ഥാൻ പോലും നശിച്ചൊരു നാടില്ല. അവിടെ സ്വാതന്ത്ര്യമില്ല. ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. ഈ ലോകം മുഴുവൻ ഇന്ത്യക്കെതിരായാലും ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ അഭിമാനിക്കുകയാണ്. എന്തുകൊണ്ട്? ഇങ്ങനൊരു നാട് ലോകത്തില്ല. ഇത്ര സ്വാതന്ത്ര്യമുള്ള, വ്യക്തി സ്വാതന്ത്ര്യമുള്ള എന്തിനും. ഇനി ഒരാൾ 4 ആൾ എതിരായാൽ 96 ആൾ അനുകൂലമാവും. അയാൾ അഭിപ്രായമല്ലേ? അയാൾ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക്